മമ്മൂട്ടി ഷിബി മലയിന് അയച്ച കത്തിലൂടെയാണല്ലോ ഇവിടെ തുടങ്ങിയത്. ഞാൻ മമ്മൂട്ടിയെ ആദ്യമായി കാണുന്നത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ശ്രീമാൻ MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് ഷൊർണൂരിൽ. അത് ആസാദ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ല തോന്നിയപ്പോൾ MT വാസുദേവൻ നായർ സംവിധായകനായിട്ട് പുറത്തു വന്ന സിനിമയാണ് വിൽക്കാനുള്ള സ്വപ്നങ്ങൾ. അവിടെ മമ്മൂട്ടിക്ക് സിനിമ ഒരു ഭ്രാന്തായിരുന്നു. അദ്ദേഹം അക്കാലത്ത് അനുഭവങ്ങൾ പഠിച്ചകൾ പല സിനിമകളിലും ഒരു ആൾക്കൂട്ടത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ്. ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലെ വരാന്തേ കൂടി നടക്കുമ്പോൾ ശ്രീനിവാസായെന്ന് വിളിയിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹം സുന്ദരക്കുട്ടപ്പനായി ഈ മനുഷ്യൻ ആ മുറിക്കകത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്നെപ്പറ്റിയുള്ള എനിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ മുഴുവൻ എന്നോട് പറയുകയാണ്. ഞാൻ മദുരാശി താമസിക്കുന്ന കാലത്ത് പിന്നെ മദുരാശിയിലാണ് കൂടുതൽ മലയാള സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ അവിടെ നെടുമുടി വേണു, മമ്മൂട്ടി, ചില സിനിമകളിൽ മോഹൻലാൽ ഒക്കെ മലയാള സിനിമ. മമ്മൂട്ടി എനിക്കാണെങ്കിലും ഒരു സിനിമയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവമില്ലെങ്കിൽ ഞാൻ പൈസ കിട്ടിയാലും ഞാൻ അഭിനയിക്കാൻ പോകാറില്ല. നല്ല സിനിമ വരട്ടെ, നല്ല അതിനുവേണ്ടി കാത്തിരിക്കുക. പകലിന് അവസാനം ഒറ്റ പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് മമ്മൂട്ടി മദ്രാശിയിൽ വരുന്നതാണ് ആകെ ഒരു രക്ഷ. മദ്രാശിയിൽ മമ്മൂട്ടി വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വന്നാൽ ഞാൻ രാവിലെ പുള്ളി വന്നെന്ന് പറഞ്ഞ് ഞാൻ അവിടെ എത്തും. പിന്നെ പുള്ളിയുടെ ചെലവിലാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം മമ്മൂട്ടിയോട് പറഞ്ഞു, നമുക്ക് നവോദയയുടെ ഓഫീസ് വരെ പോകണം. അങ്ങനെ മമ്മൂട്ടിയുടെ കൂടെ ഞാൻ കോടമ്പാക്കം ഭാഗത്തുള്ള നവോദയയുടെ ഓഫീസിൽ പോകുമ്പോൾ അവിടെ ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ്റെ ഓഫീസ് മുറിയിലെ വാതിൽക്കൽ ഉള്ള മുറിയിലിരിക്കുന്നു. അതാണ് പ്രിയദർശൻ. അപ്പോൾ പ്രിയദർശനെന്ന് എനിക്കറിയില്ല. അപ്പോൾ തങ്ങളുടെ ഇറങ്ങി വരുമ്പോൾ മമ്മൂട്ടി പറഞ്ഞ്, അവിടെ ഒരാളെ കണ്ടില്ലേ, അവന് ചാൻസ് കിട്ടിയ മലയാള സിനിമയിൽ അവൻ പല അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. സത്യം. അത് എൻ്റെ ഭാഗത്ത് കാണിക്കുന്ന അത്ഭുതം ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ പക്ഷേ അങ്ങനെ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീനി, ഈ മമ്മൂക്ക് ഈ പ്രേമം അമ്മിണിക്കുട്ടിയുടെയും ദിലീപ് കുമാറിൻ്റെയും പ്രേമത്തിൽ മമ്മൂട്ടി ഒരു കഥാപാത്രമാക്കാൻ ശ്രീനിവാസന് തോന്നാൻ കാരണം എന്താണ്? അത് ഉണ്ടായതിൻ്റെ കാരണമല്ല, ഇതുണ്ടായി കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി ഏട്ടാ നീ അത്ര ചെയ്തത് എനിക്ക് വലിയ ഭാഗ്യമായി, ഭയങ്കര നന്ദിയായിരുന്നു എന്നോട്ട്. അല്ല, അന്ന് മമ്മൂക്ക അത്രയും ബിസി ആയിരിക്കുന്ന സമയത്ത് പോലും ഇത് ഡബ് ചെയ്തു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്. അദ്ദേഹം കാര്യം ഒരു സിനിമയിൽ അഭിനയിക്കാതെ ഇത്രമാത്രം സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ല, ഈ സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ ആത്മബന്ധത്തിന്റെ കഥയാണ്. മമ്മൂക്കയും ശ്രീനിവാസനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് മുത്താരം കുന്ന് പീവോ. ഒന്ന്, സിബി മലയിൽ ഞങ്ങളുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് മുത്താരം കുന്ന് പീവോ. കാരണം അസോസിയേറ്റ് ഡയറക്ടർ എന്നതിനപ്പുറം ഞങ്ങളെല്ലാം സഹോദരങ്ങളെ പോലെയാണ് ഓർഡർ ദ മാവ് ആളറിയാം എന്ന ചിത്രത്തിൽ കഴിഞ്ഞിരുന്നത്. ആ സ്നേഹം മുകേഷിനെ നായകനാക്കുന്നു, എന്നെ കഥാകൃത്താക്കുന്നു, എനിക്കതിൽ നല്ലൊരു വേഷം, സൈക്കിൾ ഷോപ്പ് വാസു എന്നുള്ള വേഷം തരുന്നു. ഈ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ, സംവിധായകൻ രാജീവ് കുമാർ റീമേക്ക് ചെയ്തപ്പോൾ, കുഷ്ടി എന്ന പേരിൽ റീമേക്ക് ചെയ്തപ്പോൾ മലയാളത്തിൽ കൈകാര്യം ചെയ്ത അതേ കഥാപാത്രം തന്നെ ഹിന്ദിയിലും കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതേപോലെ പൂച്ചയ്ക്കൊരു മൂക്കൂത്തിയിൽ ജഗതി ചേട്ടൻ കൈകാര്യം ചെയ്ത വേഷം പ്രിയദർശൻ എനിക്ക് ഹിന്ദിയിൽ
നൽകി. അപ്പോൾ അങ്ങനെയൊക്കെ സ്നേഹബന്ധങ്ങളുടെ ഒരു കഥയാണ് ഈ മുത്താരം കുന്ന് ഓർമ്മിപ്പിക്കുന്നത്. ശിഷ്യരുടെ സ്നേഹമാണ്, ശിഷ്യ ഗണങ്ങളുടെ ആദരവാണ്, സ്നേഹമാണ്. അതൊക്കെയാണ് മുന്നോട്ട് നയിക്കുന്നത്, മലയാള സിനിമയെ നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. സഹൃദയ സമക്ഷം എന്ന എൻ്റെ റേഡിയോ നാടകം, അതിൻ്റെ ഒരു സിനോപ്സിസ് പോലെ ഞാൻ ശ്രീനിയോട് പറഞ്ഞപ്പോൾ ശ്രീനി പറഞ്ഞു അതിൽ ഒരു സിനിമയുടെ എലിമെൻ്റ് ഉണ്ട്, അത് നമുക്ക് വികസിപ്പിക്കാമെന്ന് പറഞ്ഞു. കഥാപാത്രങ്ങളുടെ പേര് എൻ്റെ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ പേരല്ല, ശ്രീനിവാസൻ ഇട്ട പേരുകളാണ്. എൻ്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു, ഒരു ഫയൽമാൻ ഉണ്ടായിരുന്നു. അത് ധാരാസിംഗ് ആയാൽ നന്നായിരിക്കും എന്ന് പറയുന്നത് ശ്രീനിവാസനാണ്. ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ശ്രീനി ഇങ്ങനെ ഒരു നിർദ്ദേശം വച്ചത്. ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഓടർദമാവ ആളറിയാം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ മുകേഷും ശ്രീനിവാസനും ഒക്കെ കാറിലാണ് അമൃതയിൽ നിന്നും പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ പലപ്പോഴും സ്കൂട്ടറിലാണ് വന്നുകൊണ്ടിരുന്നത്, പ്രിയനറിയാം. അതിൽ സ്കൂട്ടറിൽ എൻ്റെ പിന്നിലിരുന്ന് സിബി മലയിലാണ്. അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ അതിന് ചിറക് വെച്ച് ആ നാടകത്തിനെ ഒരു അവിസ്മരണീയമായ കഥയാക്കി മാറ്റിയത് ശ്രീനിവാസനാണ്. ചിത്രം ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫയൽമാൻ കീഴ്പ്പെടുത്തേണ്ട, നായകൻ ദിലീപ് കുമാർ കീഴ്പ്പെടുത്തേണ്ട ഫയൽമാൻ ധാരാസിംഗ് ആയാൽ നന്നായിരിക്കും എന്ന് സിബി മലയിലും ശ്രീനിവാസനും തീരുമാനിച്ചത്. ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ആരാണ് ധാരാസിംഗിനെ പോയി ബുക്ക് ചെയ്യാൻ പോവുക? ഫോണിൽ വിളിച്ച് മാനേജറുമായിട്ട് ഞാൻ സംസാരിച്ചു. മാനേജർ പറഞ്ഞു അപ്പോയിൻമെൻറ്റ് തരാം, ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. എന്ത് ധൈര്യത്തിലാണ് പോയതെന്ന് എനിക്കറിയില്ല. ഞാൻ നേരെ മുംബൈയിലേക്ക് പോകുന്നു. അവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, പ്രൊഡ്യൂസർ സുബ്രഹ്മണ്യൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ജഗദീഷ് ഒരു 2 ലക്ഷം രൂപ വരെ ഓഫർ ചെയ്തോളൂ, അതിൽ കൂടുതൽ കൊടുക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് സിംഗ് സാബിൻ്റെ അടുത്ത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് കഥ പറഞ്ഞു. എന്നിട്ട് അവസാനം പുള്ളി പറഞ്ഞു വെരി നൈസ് പേഴ്സൺ. അദ്ദേഹം പറഞ്ഞു കഥ ഇഷ്ടമായി, ഇനി റെമ്യൂണറേഷൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു സിംഗ് സാബ്, don't think that it is a remuneration, just an honor, just a token of our admiration, our affection. Said, so don't feel bad, we will give you 25,000 rupees. സിംഗ് സാബ് എന്നെ ഒന്ന് നോക്കി, ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗുസ്തിയുടെ ഏതെങ്കിലും ഒരു രീതിയിൽ എന്നെ മലർത്തി അടിക്കുമോ എന്ന സംശയം വരെ എനിക്ക് തോന്നി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 25,000 രൂപയ്ക്ക് അദ്ദേഹം സമ്മതിച്ചു. അതെൻ്റെ കഴിവല്ല, അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. ഇവിടെ വലിയ തയ്യാറെടുപ്പായിരുന്നു, ഇത്ര കോഴി വേണം, ഇത്ര മുട്ട വേണം എന്നൊക്കെ പറഞ്ഞ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്ത് കഴിച്ചിരുന്ന ഒരു സാധാ മനുഷ്യൻ, സ്നേഹസമ്പന്നനായ മനുഷ്യൻ. അപ്പോൾ ദാരാസിംഗിനെ കൊണ്ടുവന്ന ആ കഥയാണ് എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത്.